Hi guys, welcome to EIKV and this is Vishnu. ഇല്ലുസ്ട്രേഷനിൽ A2Z എന്ന് പറഞ്ഞ കമ്പനി അപ്പോൾ ഇംപ്ലിമെൻറ്റിങ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ അവർക്ക് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്, EXEയും WIE എന്നുള്ള രണ്ട് മെഷീൻസ് ഉണ്ട്. അപ്പം ഈ രണ്ട് മെഷീൻസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണ് ബെനിഫിഷ്യൽ എന്ന് പറയാനാണ്. അപ്പോൾ EXE എന്നുള്ള മെഷീനറി 12 ഇയേഴ്സും WIE എന്നുള്ള മെഷീൻ 6 ഇയേഴ്സുമാണ് ലൈഫ് സ്പാൻ വരുന്നത്. പിന്നെ അതല്ലാതെയുള്ള സം ഓഫ് ദി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമുക്ക് പർച്ചേസ് കോസ്റ്റ് വന്നിട്ടുണ്ട് 19,000 13,000 ആണ്. അപ്പോൾ 19,000 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ മെഷീനറി EXEയും മറ്റേത് WIEയും ആണ്. പിന്നെ ട്രേഡ് ഇൻ വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രാപ്പ് ചെയ്യാൻ നേരത്തുള്ള വാല്യൂ, അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ നേരത്ത് കിട്ടുന്ന വാല്യൂ ആണ് ട്രേഡ് ഇൻ വാല്യൂ. 3,000 ഈച്ച് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആനുവൽ റിപ്പയർ കോസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ ഇയറിലും വരുന്ന റിപ്പയറിംഗ് മെയിൻ കോസ്റ്റ് എന്ന് വെച്ചാൽ 2,000 വെച്ചിട്ടുണ്ട്. ഉണ്ട് ഓവറോളിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4,000 2,000 വെച്ചിട്ടുണ്ട്. അപ്പോൾ 4,000 എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ് വരുന്നത് ഫസ്റ്റത്തെ മെഷീനറിക്ക് 8ാമത്തെ ഇയറിലും രണ്ടാമത്തെ മെഷീനറിക്ക് 4ാമത്തെ ഇയറിലാണ് വരുന്നത്. അപ്പം ഈ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഐ മീൻ എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫ് എന്ന് വെച്ചാൽ വളരെ ഡിഫറൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കുക. ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒന്നും പറയാൻ പറ്റില്ല, 10% എന്ന് പറയുന്നത്. അപ്പം ഇനി ആവശ്യമുള്ളത് റിക്വയർഡ് വിച്ച് മെഷീൻ ക്യാൻ ബി ഓപ്റ്റഡ് ആൻഡ് അക്സെപ്റ്റഡ് എന്നുള്ളതാണ്. സോ ദ റിക്വയർമെൻറ്റ് ഈസ് വിച്ച് മെഷീൻ ഈസ് ദ ബെസ്റ്റ് മെഷീൻ, അല്ലെങ്കിൽ ഏത് മെഷീനാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ. അപ്പം ഇതിൽ നോക്കേണ്ടത് ഏറ്റവും ആനുവൽ കോസ്റ്റ് ഏറ്റവും കുറവ് വരുന്ന മെഷീനായിരിക്കും നമ്മൾ ബേസിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി സൊല്യൂഷനിലേക്ക് പോകാൻ നോക്കും. സൊല്യൂഷനിലേക്ക് പോകാൻ നേരത്ത് ഞാനിവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. 4 കോളം വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 2 മെഷീൻ്റെയും വർക്കിങ്സും ഒക്കെ ഒരെണ്ണത്തിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോർമുല വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പർച്ചേസ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 19,000 13,000 ആണ്. പിന്നെയുള്ള സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദി ഇയറിലാണ് വരുന്നത്. അപ്പോൾ എൻഡ് ഓഫ് ദി ഇയർ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ മെഷീനറി 12 കൊല്ലം നിൽക്കുന്നുണ്ട്. അപ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ട് 12ാമത്തെ കൊല്ലത്തിൻ്റെ ഇയർ എൻഡിൽ എന്തായിരിക്കും നമ്മുടെ റേറ്റ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഡിഡക്റ്റ് ചെയ്യണം, കാരണം നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. മറ്റേ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, ഇത് ക്യാഷ് ഇൻഫ്ലോ ആണ് വരുന്നത്. അപ്പോൾ ഇത് മൈനസ് കൊടുക്കുക. ഇനി മൈനസ് കൊടുക്കാൻ നേരത്ത് വരുന്നത് 3,000 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞത് 3,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3,000 മൾട്ടിപ്ലൈഡ് ബൈ 0.32 വരും. ഈ 0.32 എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ 12 കൊല്ലത്തെ PV ഫാക്ടറിയിൽ വരുന്ന 0.318 റൗണ്ട് ചെയ്ത് 0.32 ആക്കിയതാണ്. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് 955 കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് ആഡ് ആനുവൽ റിപ്പയറിംഗ് കോസ്റ്റ്. ആനുവൽ റിപ്പയറിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ 2,000 രൂപ. അപ്പോൾ 2,000 മൾട്ടിപ്ലൈഡ് ബൈ 6.81, അതായത് 2,000 എന്ന് വെച്ചാൽ ആനുവൽ കോസ്റ്റ് ആണ്. അപ്പോൾ 2,000 രൂപ വെച്ചിട്ട് എല്ലാ മാസം, അതായത് 12 കൊല്ലവും 2,000 രൂപ വെച്ചിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ടോട്ടൽ, അതായത് ഈ 12 കൊല്ലത്തെ PV ഫാക്ടറിൻ്റെ ടോട്ടൽ എടുക്കണം. അപ്പോൾ 12 കൊല്ലത്തെ PV ഫാക്ടറിൻ്റെ ടോട്ടൽ എന്ന് വെച്ചാൽ 6.91 ആണ്. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 13,627 കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഓവറോളിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4,000 വന്നിട്ടുണ്ട്. അപ്പോൾ 4,000 വന്നേക്കണേ 8ാമത്തെ ഇയറിൽ മാത്രമാണ് ഓവറോളിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലും 8ാമത്തെ ഇയർ എടുക്കുക. 8ാമത്തെ ഇയറിൽ വരുന്ന PV ഫാക്ടർ എന്ന് വെച്ചാൽ 0.4665 ആണ്. അപ്പം 4,000 ഇൻറ്റു 0.4665 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,668. ഇനി അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യാൻ നേരത്ത് നമുക്ക് 33,537 കിട്ടും. അതേപോലെ തന്നെ നമുക്ക് അടുത്ത മെഷീൻ WIE മെഷീൻ എടുക്കാം. അപ്പോൾ ആ മെഷീനിൽ വരുന്ന പർച്ചേസ് പ്രൈസ് എന്ന് വെച്ചാൽ 13,000 ആണ്. അതല്ലാതെ വരുന്നത് സ്ക്രാപ്പ് ചെയ്യാൻ നേരത്തെ തന്നെ ട്രേഡ് ഇൻ വാല്യൂ എന്ന് പറയുന്നത് 3,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 6 കൊല്ലത്തെയാണ്. അപ്പോൾ 6ാമത്തെ കൊല്ലത്തെ PV ഫാക്ടർ ആണ് 0.4323. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. 6ാമത്തേലും വരുന്നതാണ് 0.5644 ആണ്. ഞാനിവിടെ 5644 ആണ്. അപ്പോൾ 5644 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ആനുവൽ കോസ്റ്റ്, ഓവറോളിംഗ് കോസ്റ്റ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ആനുവൽ റിപ്പയറിംഗ് കോസ്റ്റ് ആണ്. ആനുവൽ റിപ്പയറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,600 ആണ് വരുന്നത്. അപ്പോൾ 2,600 6 കൊല്ലത്തെ
പി ഫാക്ടർ എന്ന് വെച്ചാൽ 4.355 ആണ്. അപ്പോൾ നമ്മളിവിടെ 4.355 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4.355 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4.355 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് 11,323.58 വരും. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഓവറോളിംഗ് കോസ്റ്റ്. ഓവറോളിംഗ് കോസ്റ്റ് വരുന്ന 4th ഇയറിൻ്റെ എൻഡിലാണ് വരുന്നത്. 4th ഇയറിൻ്റെ എൻഡിൽ 0.6830 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2000 to 0.6830 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഇതിലെന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ മെഷീൻ 12 ഇയേഴ്സും വരുന്നുണ്ട്, സെക്കൻഡത്തെ മെഷീൻ 6 ഇയേഴ്സും വരുന്നുണ്ട്. അതായത് EXE 12 ഇയേഴ്സും WIE 6 ഇയേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ഡിസിഷൻ കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പി ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ പി ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ പി ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ 6.81 ആണ് വരുന്നത്. അപ്പം 6.81. ഇനി സെക്കൻഡ് മെഷീൻ്റെ പി ഫാക്ടർ എന്ന് വെച്ചാൽ 4.355 ആണ്. 4.355 അതായത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് 4.355ഉം 6.81. അപ്പം അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പം ആദ്യത്തെ മെഷീൻ എന്ന് പറയുമ്പം EXEയുടെ ഡിവൈഡ് ചെയ്യേണ്ട 33,537 ഡിവൈഡ് ബൈ 6.81ഉം അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് മെഷീനറി WIE മെഷീനറി വരുമ്പോൾ 23,996 ഡിവൈഡഡ് ബൈ 4.355 കിട്ടും. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കിട്ടുന്നതാണ് 4,922 കിട്ടും, 5,509 കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് മെഷീനറി ഏതാണെന്ന് നോക്കാം. അപ്പം 4,922 അതായത് EXE എന്നുള്ള മെഷീനറിയാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് മോസ്റ്റ് കോസ്റ്റ് കുറവായിട്ടുള്ള മെഷീൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.